Peace be upon you. You're watching a video from Yaqeen Institute from Youth Conversation. For more, please stay tuned. ബിസ്മില്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ ദീനി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 40 ഹദീസുകളിലെ 5-ാമത്തെ ഹദീസ് നമുക്കിന്ന് പരിചയപ്പെടാം. അൻ ഉമ്മിൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻ ഫഹുവ റദ്ദുൻ. റവാഹുൽ ബുഖാരി വമുസ്ലിം വഫീ റിവായത്തിൻ ലിൽ മുസ്ലിം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. പ്രിയ സഹോദരങ്ങളെ, ഈ സീരീസിലെ 1-ാമത്തെ ഹദീസ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കവേ നമ്മൾ പറഞ്ഞിരുന്നു 3 ഹദീസുകളെ ഇസ്ലാമിൻ്റെ ഉസൂലുകളിൽപ്പെട്ടതായിട്ട് ഗണിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, അന്ന് അവിടെ പഠിച്ച ഹദീസ് ഉമർ എന്ന് പറയുന്ന നിയ്യത്തുമായി ബന്ധപ്പെട്ട ഹദീസാണ്. രണ്ടാമതായി പറഞ്ഞിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസായിരുന്നു. ആ ഹദീസാണ് ഇന്നിപ്പോൾ നമ്മൾ വായിക്കുന്നത്. ഈ ഹദീസിനെ കുറിച്ച് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാ പറയുന്നതായി കാണാം, ഹദൽ ഹദീസ് മഅദൂദുൻ മിൻ ഉസൂലിൽ ഇസ്ലാം. ഇത് ദീനിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒന്നായിട്ട് ഗണിക്കപ്പെടുന്നതാണ്. വഖായിദത്തുൻ മിൻ ഖവായിദിഹി, അതെ, ഇതിൻ്റെ അടിത്തറകളിൽപ്പെട്ട ഒന്നാണ്. വഖാല യുസ്ലഹു അൻ യുസമ്മ നിസ്ഫു അദില്ലത്തി ശർഅ്, ശർഇൻ്റെ പ്രമാണങ്ങളുടെ പാതിയാണെന്ന് പോലും ഈ ഹദീസിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം എന്നാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുന്നത്. ഇമാം നബവി തന്നെ പറയുന്നത് കേൾക്കാം, ഇന്നഹു ഖായിദത്തുൻ അളീമത്തുൻ മിൻ ഖവായിദിൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ അടിത്തറകളിൽ ഏറ്റവും മഹത്തരമായ ഒരു ഖായിദയാണിത്. വഇന്നഹു മിൻ ജവാമിയ കലിമത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലിമത്തുകളുടെ, വർത്തമാനങ്ങളുടെ ആകത്തുകയാണിത്. ഫഇന്നഹു സരീഹുൻ ഫീ റദ്ദിൽ ബിദ്അ വൽ മുഖ്തറഅത്ത്. അതുപോലെ തന്നെ ബിദ്അത്ത്, പുത്തൻ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പുതുതായി കടത്തിക്കൂട്ടുന്ന രീതിശാസ്ത്രങ്ങളെയും എല്ലാം തള്ളിക്കളയാനുള്ള സുവ്യക്തമായ ഒരു പ്രമാണം കൂടിയാണിത്. ഇതുപോലെ വേറെയും മഹാന്മാർ ഈ ഹദീസിൻ്റെ സവിശേഷതയെക്കുറിച്ച് വാഴ്ത്തി പറഞ്ഞത് കാണാം. ഇരിക്കട്ടെ, ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഹദീസ് ശകലമാണ് നമ്മൾ വായിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റസൂലിൻ്റെ പ്രിയ പത്നിയായിരുന്ന ആയിഷ ബീവി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ കൂടിയാണെന്ന് നമുക്കറിയാം. മക്കയിലെയും മദീനയിലെയും എന്നല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഇത്രയും ജ്ഞാനിയായ ഒരു വനിതയെ കണ്ടെത്തുക സാധ്യമേ അല്ല. ഹദീസിലും ഫിഖിലും മറ്റെല്ലാ വിഷയങ്ങളിലും അവരെ പോലെ കഴിവുള്ള, ജ്ഞാനമുള്ള ഒരു സ്ത്രീയെ നമുക്കെവിടെയും കണ്ടെത്തുക സാധ്യമല്ല. 2210ഓളം ഹദീസുകളാണ് ആയിഷ ബീവിയിൽ നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയുന്നത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയെക്കുറിച്ച് പറയുന്നു, മാ അഷ്ഖല അലൈനാ ഹദീസുൻ ഖത്ത് ഫസഅൽനാ അൻഹു ആയിഷ ഇല്ലാ വജദ്നാ ഇൻദഹാ മിൻഹു ഇൽമൻ. നമുക്ക് ഏതെങ്കിലും ഒരു ഹദീസിൽ ആശയക്കുഴപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായി ആയിഷ ബീവിയെ അപ്രോച്ച് ചെയ്താൽ മതി, അത് സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടിയിരിക്കും. ഇമാം സുഹരി പറയുന്നു, ലൗ ജമഅ ഇൽമു ആയിഷ ഇലാ ഇൽമി ജമീഇ അസ്വാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ജമീഇ ഇൽമി നിസാ. റസൂലിൻ്റെ മറ്റ് പത്നിമാരുടെയും അല്ല, മുഴുവൻ സ്ത്രീകളുടെയും ഇൽമുകളെ മുഴുവൻ സമ്മേളിപ്പിച്ചാൽ ആയിഷ ബീവിയുടെ അത്രത്തോളം ഇൽമ് അതുണ്ടാവില്ല. കാന ഇൽമു ആയിഷ അക്സർ. അപ്പോഴും ആയിഷയുടെ ഇൽമായിരിക്കും മുന്തി നിൽക്കുക എന്ന്. ചുരുക്കി പറഞ്ഞാൽ, വിജ്ഞാനത്തിൻ്റെ കാര്യത്തിലും അധ്യാപനങ്ങളുടെ കാര്യത്തിലും ഇനി റസൂലിൻ്റെ സുന്നത്തിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലുമെല്ലാം ഏറെ മാതൃകായോഗ്യയായ സ്ത്രീരത്നമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന് ചുരുക്കം. നമുക്ക് ഹദീസിലേക്ക് വരാം. മൻ അഹദസ, ആരെങ്കിലും പുതുതായി രൂപപ്പെടുത്തിയെടുത്താൽ. ഹദീസ് എന്ന് പറയുന്നത് പുതിയതും നവീനവുമായ കാര്യങ്ങൾക്കാണ്. അതുപോലെ പുതിയ ഒരു സംരംഭമോ പുതിയ ഒരു രീതിശാസ്ത്രമോ കർമ്മമോ ഒക്കെ ആരെങ്കിലും ആരംഭിച്ചാൽ, ഫി അംരിന ഹാദ, നമ്മുടെ ഈ കാര്യത്തിൽ, അഥവാ ഫി ദീനിന വ ശറഇന അല്ലദീ ഇർതലാഹുല്ലാഹു ലന, അള്ളാഹു നമുക്കായി തൃപ്തിപ്പെട്ട് നൽകി അരുളിയ അല്ലെങ്കിൽ സമ്മാനിച്ച ഈ ശരീഅത്തിൻ്റെയും ദീനിൻ്റെയും കാര്യത്തിൽ, മാ ലൈസ മിൻഹു, അതിലില്ലാത്ത, അഥവാ ഈ അള്ളാഹു തന്ന ദീനിൽ നേരത്തെ ഇല്ലാത്ത ഒരു കാര്യം പുതുതായി ആരെങ്കിലും ആരംഭിച്ചാൽ, തുടക്കം കുറിച്ചാൽ, ഫഹുവ റദ്ദുൻ, അത് മർദൂദാക്കപ്പെടേണ്ടതാണ്, അവ തള്ളിക്കളയേണ്ടതാണ്, അസാധുവാക്കപ്പെടേണ്ടതാണ്, നിരസിക്കപ്പെടേണ്ടതാണ്.
ഏറെ വിശദീകരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു ഹദീസ് അല്ല ഇത്. കാരണം അത്രമേൽ കൃത്യവും വ്യക്തവുമാണ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ദീൻ എന്ന് പറയുന്നത് അള്ളാഹു ഭൂലോകത്തുള്ള മനുഷ്യർക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ള ഒരു ജീവിത പദ്ധതിയാണ്. അതിൻ്റെ തുടക്കവും ഒടുക്കവും അകവും പുറവും മേലും കീഴും എല്ലാം അള്ളാഹു തൻ്റെ പ്രവാചകനിലൂടെ ലോകത്തെ പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതിലേക്കായി ഒരു പുതിയ ഇൻവെൻഷൻ്റെ, ഒരു തുടക്കത്തിൻ്റെ, ഒരു കൂട്ടിച്ചേർക്കലിൻ്റെ ആവശ്യകതക്കായി ആരും മുന്നിട്ടിറങ്ങേണ്ടതില്ല. ഇമാം നവവി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഫീഹി ദലീലുൻ അല അന്നൽ ഇബാദാത്ത് മിനൽ ഗസ്ൽ വൽ വുളു വസ്സൗം വസ്വലാത്ത്. ഇബാദാത്തുകളായി വരുന്ന കുളി, വുളു, നോമ്പ്, നിസ്കാരം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇദാ അല ഖിലാഫി ശർ, അത് ശരീഅത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കപ്പെടുന്നതെങ്കിൽ തക്കൂനു മർദൂദത്തുൻ അല ഫായിലിഹ, അത് നിർബന്ധമായും ഒഴിവാക്കപ്പെടേണ്ടതാണ്, തള്ളിക്കളയപ്പെടേണ്ടതാണ്. ഒരു പക്ഷേ ചെയ്യുന്ന കർമ്മം ബാഹ്യമായി പുണ്യമാണെന്നും സൽകൃതിയാണെന്നുമൊക്കെ തോന്നിയേക്കാം. പക്ഷേ പഠിപ്പിക്കപ്പെട്ടതിനും നിർദ്ദേശിക്കപ്പെട്ടതിനും അനുസൃതമായിട്ടല്ല എങ്കിൽ ബാഹ്യമായി എത്ര മനോഹരമായും എത്ര പുണ്യകരമായും തോന്നിച്ചാലും ശരി, അത് ദീനിൽ വില പോകുന്നതല്ല. നോക്കൂ, ഇത്തരം കൂട്ടിച്ചേർക്കലുകൾക്കാണ് സാങ്കേതികമായി ബിദ്അത്ത് എന്ന് പറയുന്നത്. ആത്യന്തികമായി ഒരു മുഅ്മിനിന് ദീനുൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് അനുസരിച്ച് മാത്രമേ ജീവിക്കുക സാധ്യമാകുള്ളൂ. ഈ ശരീഅത്തിൻ്റെ ഉപജ്ഞാതാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിൻ്റെ വ്യാഖ്യാതാവാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരിലൂടെ നമുക്ക് ലഭ്യമായതിനുമപ്പുറം ഏത് കാര്യം ദീനുൽ ഇസ്ലാമിൽ കൂട്ടിച്ചേർത്താലും, അത് വിശ്വാസപരമാവട്ടെ കർമ്മപരമാവട്ടെ എന്താണെങ്കിലും ശരി, അവകളെല്ലാം ബിദ്അത്തുകളാണ്. ഒരു വേള ഇത്തരം ബിദ്അത്തുകളെല്ലാം ആരംഭിക്കുന്നത് ഒരു സൽചിന്തയുടെയും സതുദ്ദേശത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടായിരിക്കാം. റസൂലിനോടുള്ള പ്രിയം കൊണ്ടല്ലേ, അള്ളാഹുവിനെ സ്തുതിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ, നാട്ടുകാർക്ക് ഗുണം കിട്ടുന്നതല്ലേ എന്നിങ്ങനെ പലതരത്തിലുള്ള സദ്ചിന്തകൾ ഇതിന് പ്രേരകമായിട്ടുണ്ടാകാം. പക്ഷെ എന്നാൽ പോലും ക്രമേണ അത് ദീനിനും ദീനി വിശ്വാസികൾക്കും ഒരു ബാധ്യതയായി തീരും. അത്തരം ബിദ്അത്തുകളെല്ലാം ഉച്ചാടനം ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് വിശ്വാസികളുടെ ബാധ്യതയാണെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇതേ ഹദീസിൽ ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ ഒരു ഭാഗം അധികമായി വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന, നാം കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് മർദൂദാണ്. ആദ്യം പറഞ്ഞത് ദീനിലില്ലാത്തൊരു കാര്യം പുതുതായി കൂട്ടിച്ചേർത്താൽ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നാണ്. ഇപ്പോൾ പറഞ്ഞത് നാം കൽപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം പുതുതായി ചേർത്താൽ. ഇപ്പം നിസ്കാരം എത്രയാണ്, ഏതൊക്കെ നേരത്താണെന്നും നോമ്പുകൾ എത്രയാണ്, ഏതൊക്കെ ദിവസങ്ങളിലാണെന്നും ഒക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിന് വിരുദ്ധമായി നല്ല ചിന്തയുടെ പേരിലാണെങ്കിൽ തന്നെയും പഠിപ്പിച്ചിട്ടില്ലാത്ത, കൽപ്പിച്ചിട്ടില്ലാത്ത, നിർദ്ദേശിച്ചിട്ടില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ അത് ഗുരുതര പിശകായി മാറുന്നു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഈ ഹദീസ് നമ്മളെ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ഹദീസുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.